അയ്യപ്പ ഭക്തരെ അപമാനിച്ച് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ. മാലയൂരി മടങ്ങിയവർ ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി എത്തിയവർ. അവർ എത്തിയത് വേറെ ലക്ഷ്യത്തോടെ. ഭക്തരാണെങ്കിൽ മാലയൂരി മടങ്ങുമോ എന്നും ദേവസ്വം മന്ത്രിയുടെ പരാമർശവരികളുമായി കിരൺ കുമാർ ചേരുകയാണ്. കിരൺ, തങ്ങളുടെ കൃത്യമായ എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യാതെ ദേവസ്വം ബോർഡും പോലീസും പരസ്പരം പഴിചാരുകയും ഒടുവിൽ കുറ്റമെല്ലാം ഭക്തരെ മേൽ ചാർത്തുകയും ചെയ്യുന്നൊരു സമീപനം, അത്തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണോ, നിലപാട് തന്നെയാണോ ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തിനുമുണ്ടായത്? കെ പി, കഴിഞ്ഞ ദിവസങ്ങളിൽ ശബരിമലയിലെ നിയന്ത്രണ വിധേയമല്ലാത്ത ആ തിരക്കിനെ തുടർന്നാണ് ഇന്ന് മന്ത്രിയുടെ ഒരു പരാമർശമുണ്ടായത്. വലിയ തരത്തിൽ, അതായത് ഈ തിരക്കിനും പിന്നീടുണ്ടായിട്ടുള്ള അനിഷ്ട സംഭവങ്ങൾക്ക് കാരണക്കാർ ഭക്തരാണ് എന്ന തരത്തിലൊരു കുറ്റപ്പെടുത്തലാണ് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞത്, ഈ മാലയൂരി മടങ്ങിയ ഭക്തർ ഇവർ ഭക്തരാണോ എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടിയിരിക്കുന്നു. സാധാരണ ഒരു ഭക്തനാണെങ്കിൽ ഇങ്ങനെ ശബരിമലയിൽ വന്ന് തിരക്ക് കണ്ട് മടങ്ങില്ല. ചില ആളുകൾക്ക് ശബരിമലയെ തകർക്കണം എന്ന അജണ്ടയുണ്ട്. ഈ അജണ്ടയുടെ ഭാഗമായിട്ട് എത്തിയവരാണ് ഈ ശബരിമലയിൽ നിന്ന് മാലയൂരി മടങ്ങിയത് എന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് ദേവസ്വം മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഭക്തരാണെങ്കിൽ ഈ കഷ്ടപ്പാടുകളൊക്കെല്ലാം തന്നെ സഹിച്ച് ഇവിടെ നിൽക്കും എന്ന തരത്തിലുള്ളൊരു പരാമർശമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഇന്ന് ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ്, വലിയ തരത്തിലുള്ള തിരക്കുണ്ടാവുകയും അയ്യപ്പന്മാർക്ക് അടിസ്ഥാന സൗകര്യങ്ങളൊന്നും തന്നെ ലഭിക്കാത്തതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വെള്ളം പോലും കുടിക്കാൻ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു അവസ്ഥയായിരുന്നു അയ്യപ്പന്മാർ. കിരൺ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ കുറ്റങ്ങളും ഭക്തരുടെ മേൽ പഴിചാരുന്ന ഒരു സമീപനമാണ് ദേവസ്വം മന്ത്രി ഇന്ന് സ്വീകരിച്ചത്. സ്വാഭാവികമായി വലിയ പ്രതിഷേധം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കിരൺ കുമാറാണ് സന്നിധാനത്തിന് വിവരങ്ങൾ നൽകിയത്.